കൈഫ് എന്ന ഇസ്ലാമിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ജനാബ് അഫ്സൽ ഖാസിമി സംസാരിക്കും. സഹോദരങ്ങളെ, വഖഫ് എന്നാൽ ഈ രാജ്യത്തിന്റെ സ്വത്തിനെ ഇവിടുത്തെ മുസ്ലിമുകൾ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണ് എന്ന കള്ളപ്രചരണം നടത്തിയാണ് ഇപ്പോൾ സംഘപരിവാരം ഇങ്ങനെ ഒരു ബില്ലൊക്കെ പാസ്സാക്കിയെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് അവന്റെ അധ്വാനത്തിലൂടെ പടച്ചവൻ കനിഞ്ഞരുളിയ സ്വത്തിനെ ആ വ്യക്തിയിൽ നിന്നും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നൽകുന്ന മഹത്തായ ഒരു പ്രക്രിയയാണ് വഖഫ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ RSSകാരൻ ചെയ്യുന്നത് പോലെ എവിടെയെങ്കിലും ഒരു പറമ്പിൽ ഒരു കല്ല് കൊണ്ടിട്ടിട്ട് ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ ലിംഗമാണെന്ന് പറഞ്ഞ നാണം കെട്ട മാറിയ പരിപാടിയല്ല വഖഫ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നൊന്നുമില്ല. ഇവിടെ പ്രളയം ഉണ്ടായല്ലോ. ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വഖഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നു കൊടുത്തു. ഇവിടെ മുസ്ലിമുകൾക്ക് കയറി താമസിക്കാൻ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസകൾ, ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദ്രസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദ്രസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വഖഫിന്റെ സ്വത്താണ്. ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി, കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വഖഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുനിഞ്ഞു വന്നാൽ കൈകെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ വഖഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ RSSനോഷാന പാടുകയാണ്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളിൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. RSSനെ നിങ്ങൾ മറക്കാൻ പാടില്ല. മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. RSS ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ്. ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ RSSനോടൊപ്പം പോയി. ഞങ്ങൾക്കൊരു വിഷമമില്ല. RSSനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ, നിങ്ങളെയൊന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ തന്റേടവും മാനത്വവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇനി ഒരു ദിവസം വരും RSS അവരുടെ കരാളഹസ്തങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ വരണം. അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം വെച്ച് വിളമ്പുന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന്. നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും. പക്ഷേ ബദർ ഒരു ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു അക്രമിയെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഞങ്ങളുടെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ തരാം. പക്ഷേ കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ബദർ ആവർത്തിക്കുവാൻ ഈ സമുദായത്തിന് മടിയുണ്ടാവുകയില്ല എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത്. വിനീതനും പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്തുക്കളായ ദേവബന്ദി
പണ്ഡിതന്മാരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ വഖഫ് ഭൂമികളെ സമരസജ്ജമായി ഒരുക്കി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ഡിതന്മാരെ വാർത്തെടുത്ത, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ജിഹാദിന്റെ ആഹ്വാനം കൊടുത്ത ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം നിർത്തി നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ, വീടുകൾ തകർക്കാൻ, കരിനിയമങ്ങൾ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാൻ, നമ്മുടെ വഖഫ് സ്വത്തെടുക്കാൻ, തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പരിധികളുമായി സംഘപരിവാരം വന്നാൽ ഇൻഷാ അല്ലാഹ് വേണ്ടിവന്നാൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണകളും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിക്ക് അർപ്പിച്ചുകൊണ്ട് വഖഫ് ബില്ല് പിൻവലിക്കുന്ന വിഷയത്തിൽ ഏത് സമരത്തിനും ഇൻഷാ അല്ലാഹ് വിനീതനും എന്നോടൊപ്പമുള്ള കൂട്ടായ്മയും ഉണ്ടാകും എന്ന് വാക്കും നൽകിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.